ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് LSD. അജൈൽ മോഡലിംഗ് ഫ്രെയിംവർക്കിലെ വേറൊരു ഫ്രെയിംവർക്കാണ് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബേസ്ഡ് ഓൺ ഒപ്റ്റിമൈസിങ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് റിസോഴ്സസ്. ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ടൈമും അതേപോലെ റിസോഴ്സസിനെയും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു അജൈൽ ഫ്രെയിംവർക്ക് മെത്തേഡാണ് LSD എന്ന് പറയുന്നത്. എലിമിനേറ്റിംഗ് വേസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെലിവറിങ് ഓൺലി വാട്ട് ദ പ്രോഡക്റ്റ് നീഡ്സ്. അതേപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് എന്താണോ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ളത് അൾട്ടിമേറ്റായിട്ട് അത് മാത്രം ഡെലിവറി ചെയ്യുന്ന ഒരു മെത്തേഡാണ് LSD എന്ന് പറയുന്നത്. The lean approach is also often referred to as the minimum viable product MVP strategy, in which a team releases a bare minimum version of its product to the market, learns from users what they like, don't like and want added, and then iterates based on this feedback. അപ്പോൾ ഈ ലീൻ അപ്രോച്ചിനെ വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതാണ് MVP, മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്നറിയപ്പെടുന്നത്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടീം മിനിമം ഏറ്റവും മിനിമം ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു മിനിമം വേർഷൻ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് മിനിമം വേർഷൻ മാർക്കറ്റിലേക്ക് ഇറക്കും. എന്നിട്ട് അവർ പഠിക്കും യൂസേഴ്സിന് എന്തൊക്കെയാണ് ഇഷ്ടമായത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത്, എന്തൊക്കെയാണ് ഇതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എന്നതെല്ലാം പഠിച്ചതിന് ശേഷം വീണ്ടും അവർ ഐട്രേഷൻ തുടങ്ങും. പണ്ടത്തേതിൻ്റെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഐട്രേഷൻ തുടങ്ങും, ഈ ഫീഡ്ബാക്കൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. Lean software development methodology is basically a set of principles that can be applied to software development to decrease programming effort, budgeting and defect rates by 1/3. അപ്പോൾ ഈ ഒരു ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാകുന്ന ഒരുപാട് റിസ്ക്കുകൾ, എഫേർട്ടുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡിഫക്റ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന കുറേ ഡിഫക്റ്റുകൾ, കേടുപാടുകൾ ഉണ്ടാവില്ലേ, മീൻസ് എവിടെയെങ്കിലും കുറവ് വരിക, അങ്ങനത്തെ ഡിഫക്റ്റ് റേറ്റ്സുകളൊക്കെ നമുക്കൊരു 1/3 എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. 1/3 നമുക്ക് കുറക്കാൻ പറ്റും. കംപ്ലീറ്റ് പറ്റില്ല, പക്ഷേ 1/3 കുറക്കാൻ പറ്റും. These principles were adapted from lean manufacturing by Mary and Tom Poppendieck in the year 2006. ഇവരാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് 2006. Lean offers a solid conceptual framework, values and principles as well as good practices derived from experience that support agile organization. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, കറക്റ്റായിട്ടൊരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഗുഡ് പ്രാക്ടീസസ് ആണുള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. ഇതെല്ലാം ചേർന്നിട്ടാണ് അജൈൽ ഓർഗനൈസേഷനെ ഈ ഒരു LSD എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു ഫ്രെയിംവർക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 7 പ്രിൻസിപ്പിൾസ് ആണ് LSDയിൽ പറയുന്നത്. ഏതൊക്കെയാണ്? എലിമിനേറ്റ് വേസ്റ്റ്, ബിൽഡ് ഇൻ ക്വാളിറ്റി, ക്രിയേറ്റ് നോളജ്, ഡെഫർ കമ്മിറ്റ്മെൻറ്റ്, ഡെലിവർ ഫാസ്റ്റ്, റെസ്പെക്ട് പീപ്പിൾ, ഒപ്റ്റിമൈസ് ദ വോൾ. ഇത് ആ ടേം പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റത്തേത്? എലിമിനേറ്റ് വേസ്റ്റ്. Lean thinking advocates that any activity that does not directly add value to the finished products as waste. അപ്പോൾ ലീൻ കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിലേക്ക് എന്ത് ആക്ടിവിറ്റി ആണോ ആ ഒരു അതിലേക്കൊരു വാല്യൂ കൊടുക്കാത്തത്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഫീച്ചറോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ആ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു വാല്യൂ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അങ്ങനെ വാല്യൂ കൊടുക്കാത്തതായിട്ട് ആ പ്രൊഡക്റ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീനെ നമ്മൾ വേസ്റ്റ് എന്നാണ് പറയുക. അത് ആവശ്യമില്ല, കാരണം പ്രത്യേകിച്ച് ഒരു വാല്യൂം ആ ഒരു സോഫ്റ്റ്വെയറിന് ആ ഒരു കാര്യം കൊണ്ട് കിട്ടുന്നില്ല. The 3 biggest sources of waste in software development are the addition of unrequired features. അപ്പോൾ 3 രീതിയിലാണ് ഒരു വേസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ കയറി വരിക. ഒന്നെന്ന് പറയുന്നത് അൺറിക്വയർഡ് ഫീച്ചേഴ്സ്, ആവശ്യപ്പെടാത്ത ഫീച്ചേഴ്സ് വെറുതെ കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. വേറൊന്ന് ഇൻഎഫിഷ്യൻറ്റ് പ്രോസസ്സസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് പോസിബിലിറ്റി ഉണ്ട് അതിന്. ഓർ പ്രൊജക്റ്റ് ചേൺ ആൻഡ് ക്രോസിങ് ഓർഗനൈസേഷണൽ ബൗണ്ടറീസ്. അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷണൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓർഗനൈസേഷനും പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു
ഓരോ മെത്തേഡും യൂസ് ചെയ്ത് പോകുമ്പോൾ മിക്കവാറും എന്ത് വരും, അവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഡെവലപ്മെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, കയറിക്കൂടുന്നുണ്ട്. പെർട്ടിക്കുലർലി ബിറ്റ്വീൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീംസ്. അതാണ് ഒരുവിധം ഓർഗനൈസേഷൻസൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഡെവലപ്മെൻറ്റ് ടീമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് വീണ്ടും വീണ്ടും വേറെ റൂട്ട് തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരികയാണ്, അവിടെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് വരും. അപ്പോൾ ഒരുപാട് വേണ്ടാത്ത ഫീച്ചേഴ്സ് കയറി വരും. അതൊക്കെ എന്ത് പോവും, വേസ്റ്റിൽ പോവും. അപ്പോൾ ഈ 3 ബിഗ്ഗസ്റ്റ് സോഴ്സസ് ആണ് വേസ്റ്റ് ആയിട്ട് പറയുക. ഒന്ന് അൺറിക്വയർഡ് ഫീച്ചേഴ്സ്, ഇൻഎഫിഷ്യൻറ്റ് പ്രോസസ് ഓർ പ്രൊജക്റ്റ് ചേൺ, അല്ലെങ്കിൽ ആൻഡ് ക്രോസിംഗ് ഓർഗനൈസേഷണൽ ബൗണ്ടറീസ്. To reduce waste, it is critical that development teams be allowed to self-organize and operate in a manner that reflects the work they are trying to accomplish. അപ്പോൾ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് ടീമിന് സ്വയം അവർ സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ആ ഒരു വർക്ക് അവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എന്ത് നല്ലത് എന്ന് പറയുന്നത്, മാക്സിമം വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ബിൽറ്റ് ഇൻ ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്യണം എന്നതാണ്. ബിൽഡിംഗ് ക്വാളിറ്റി ഇൻ ടു എ പ്രൊഡക്റ്റ് മീൻസ് പ്രിവെൻറ്റിംഗ് ഡിഫെക്ട്സ് ബൈ സീക്കിംഗ് ദം ഔട്ട് വിത്തിൻ യുവർ വെരിഫിക്കേഷൻ പ്രോസസ് rather than using post implementation integration and testing to detect them after the fact. അതായത് ബിൽഡിംഗ് ക്വാളിറ്റി നമ്മൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഡിഫെക്ട്സിനെയൊക്കെ നമ്മൾ കണ്ടെത്തി പോവുകയാണ് നല്ലത്. അതായത് ഫുൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റിങ് നടത്തുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നതിനേക്കാളും നല്ലത് എന്താണ്, നമ്മളത് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ കുറേശ്ശെ ഡിഫെക്ട്സ് എല്ലാം സീക്ക് ചെയ്ത് കണ്ടെത്തി അത് സൊല്യൂഷൻ കണ്ടെത്തി പോകുന്നതാണ്. That is, your process should not allow defects to occur in the first place, but when this is not possible, you should work in such a way that you do a bit of work, validate it, fix any issues that you find and then iterate. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പ്രോസസ്സിൽ ഒരു ഡിഫെക്ട്സും തന്നെ ആദ്യം തന്നെ ഓരോ ഡിഫെക്റ്റും കയറി വരാൻ വേണ്ടിയിട്ട് ഇടവരുത്തരുത്. അതാണ്, യുവർ പ്രോസസ് ഷുഡ് നോട്ട് അലോ ഡിഫെക്ട്സ് ടു ഒക്കർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ബട്ട് വെൻ ദിസ് ഈസ് നോട്ട് പോസിബിൾ യു ഷുഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ഡു എ ബിറ്റ് ഓഫ് വർക്ക്. ഒരു ചെറിയ വർക്ക് നമ്മൾ ചെയ്തു, അതിനെ വാലിഡേറ്റ് ചെയ്യുക. അതായത് നമ്മളൊരു പാർട്ട് ഡെവലപ്പ് ചെയ്തു, അതിനെ വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിഫെക്റ്റുകൾ നോക്കണം കേട്ടോ, കുറേശ്ശൊക്കെ നോക്കണം. പക്ഷെ ആദ്യം തന്നെ ഡിഫെക്റ്റിൻ്റെ മേലെ പോയി നിന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു ബിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനെ വാലിഡേഷൻ നടത്തുക, പിന്നെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തുക, അതിനെ ഫിക്സ് ചെയ്യുക, പിന്നെ വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഐട്രേഷൻ നടത്താം. ദെൻ ഐട്രേറ്റ്. Inspecting after the fact and queuing up defects to be fixed at some time in the future is not as effective. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോസസ്സുകൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഡിഫക്റ്റുകളൊക്കെ കണ്ടെത്തി ഇങ്ങനെ ക്യൂലിട്ട് വെക്കല്ല വേണ്ടത്. നമ്മളത് എന്ത് ചെയ്യുക, നമ്മളത് അങ്ങനെ ആ ഡിഫക്റ്റുകൾ ഇങ്ങനെ അപ്പം തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തി ഇങ്ങനെ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അത് ഓക്കെ ആക്കി കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. മറ്റേതൊരു ഇഫക്റ്റീവായ മെത്തേഡല്ല. ഫ്യൂച്ചറിൽ ഇതെല്ലാം ഏകദേശം ഒരു എൻഡിലെത്തിയിട്ട് എല്ലാം കൂടെ ഡിഫക്റ്റുകളൊക്കെ ശരിയാക്കാം എന്നുള്ളതൊരു ഇഫക്റ്റീവ് മെത്തേഡല്ല. Agile practices should build quality into your process, includes test-driven development (TDD) and non-solo development practices such as pair programming and modeling with others. അപ്പോൾ Agile പ്രാക്ടീസസിലൂടെ നമ്മൾ പ്രോസസ്സിന് ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. TDD, അതായത് വേരിയസ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. അതേപോലെ തന്നെയാണ് നോൺ സോളോ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസിൽ വരുന്നതാണ് പെയർ പ്രോഗ്രാമിംഗ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ 2 ഡെവലപ്പേഴ്സ് ചേർന്നാൽ 2 ടീമായിട്ട് അവരെന്ത് ചെയ്യുക, ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് കണ്ടെത്തുക, ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ പെയർ പ്രോഗ്രാമിങ്ങും മറ്റുള്ളവരുമായിട്ട് മോഡലിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ള നോൺ സോളോ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസും ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിയേറ്റ് നോളജ്, മൂന്നാമത്തത് അതാണ്. പ്ലാനിങ് ഈസ് യൂസ്ഫുൾ ബട്ട് ലേണിംഗ് ഈസ് എസെൻഷ്യൽ. പ്ലാനിങ് യൂസ്ഫുൾ ആണ്, പക്ഷെ എന്താണ്, ലേണിംഗ് ആണ് നിർബന്ധം. എൻകറേജ് ഡെവലപ്പേഴ്സ് ടു ബിൽഡ് ആൻഡ് റെക്കോർഡ് ദ നോളജ് നെസസറി ടു ഡെവലപ്പ് എ പ്രോജക്റ്റ്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ഒരു പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായ
നോളജ് എന്ത് ചെയ്യണം, അവർ ആക്സസ് ചെയ്തിരിക്കണം. ദിസ് ഷുഡ് കോംപ്രഹെൻസീവ്ലി ഇൻക്ലൂഡ് ഓൾ റിക്വയർമെൻറ്റ്സ്, ആർക്കിടെക്ചർ ആൻഡ് ടെക്നോളജീസ് വിച്ച് ആർ സെൽഡം നോൺ ഓർ അണ്ടർസ്റ്റുഡ് കംപ്ലീറ്റ്ലി അറ്റ് പ്രൊജക്ട് സ്റ്റാർട്ടപ്പ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഈ ഒരു അവരുടെ നോളജിൽ വരുന്നതാണ് റിക്വയർമെൻറ്റ്സ് അറിയണം, ആർക്കിടെക്ചർ അറിയണം, ടെക്നോളജീസ് അറിയണം, അതേപോലെ അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധേഡ് ആയിരിക്കണം. Creating knowledge and recording it over the course of the project ensures that the final product is in line with customer expectations. അപ്പോൾ നോളജ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ റെക്കോർഡിങ്സ് ഉണ്ടാക്കുക. ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്നതിൽ നിന്ന് നമുക്ക് എന്ത് ഉറപ്പ് വരുത്താൻ പറ്റും, ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ കസ്റ്റമർ വിചാരിച്ച ആ രീതിയിൽ തന്നെയുള്ള എക്സ്പെക്റ്റ് ചെയ്ത ആ രീതിയിൽ തന്നെയുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഡെവലപ്പർ മുന്നേ ഉണ്ടാക്കി വെച്ച നോളജിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അതാണ് ക്രിയേറ്റ് നോളജ് എന്നുള്ള ഫേസിൽ പറഞ്ഞത്. നാലാമത്തെ ഫേസ് എന്താണ്, ഡിഫർ കമ്മിറ്റ്മെൻറ്റ്. It used to happen often in traditional project management that your application, though meeting the specifications precisely, turned out completely unfit for the market by the date of release due to unaddressed changes in the business environment or in technologies over the course of development. Lean software development methodology recognizes this threat. ഇവിടെ പറയുന്നത് നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ ചെയ്തു, പ്ലാനിങ് ചെയ്തു, ഡിസൈനിങ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തു, റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, ഏകദേശം നമ്മൾ മാർക്കറ്റിൽ റിലീസ് ആക്കാനുള്ള ഡേറ്റ് വരെ എത്തി. നമ്മൾ പണ്ടത്തെ മെത്തേഡ് വെച്ചിട്ടുള്ള പറയുന്നത്. അപ്പോൾ അവിടെ വരെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് എന്ത് വന്നത്, ആ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നത്. പെട്ടെന്ന് ടെക്നോളജി മാറുകയെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അത് അവൈലബിൾ അല്ലാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണ്. പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങിയില്ലേ. അപ്പോൾ ഈ ഒരു ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി ഇങ്ങനൊരു പ്രോബ്ലം മുന്നേ കാണുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ വരാമെന്നുള്ള പോസിബിലിറ്റി ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഉള്ളത്. അപ്പോൾ ഇറ്റ് ഓൾവേസ് ലീവ്സ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ബൈ പോസ്റ്റ്പോണിങ് ഇർറിവേഴ്സിബിൾ ഡിസിഷൻസ് അൺടിൽ ദേ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് നോട്ട് ഓൺ അൺസർട്ടൈൻ അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ്. അപ്പോൾ LSD വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു ഇംപ്രൂവ്മെൻറ്റ് ബേസിലാണ്. എപ്പോഴും ഇംപ്രൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ അതായത് എപ്പോൾ ഇങ്ങനെ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ ചേഞ്ചസ് വന്നാലും അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാക്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. വെറുതെ അസംഷൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രഡിക്ഷൻ്റെ പേരിലോ ഒന്നുമല്ല ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഇറ്റ് ഓൾവേസ് ലീവ്സ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ബൈ പോസ്റ്റ്പോണിങ് ഇറിവേഴ്സിബിൾ ഡിസിഷൻസ് അൺടിൽ ദേ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ സോഫ്റ്റ്വെയറിനെ. നോട്ട് ഓൺ അൺസർട്ടൈൻ അസംഷൻസ്, വെറുതെ ഊഹങ്ങളുടെ പേരിലോ അതേപോലെ ഓരോരുത്തർ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിലോ ഒന്നുമല്ല ഈ ഒരു മെത്തേഡിലൂടെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അഞ്ചാമത്തേത് ഡെലിവർ ഫാസ്റ്റ്. ഡെലിവറിങ് ഫാസ്റ്റ് പുട്സ് the product in front of the customer quickly so that they can provide feedback, allowing companies to take a more experimental approach to product or feature development. അപ്പോൾ പെട്ടെന്ന് ഈ പ്രോഡക്റ്റ് കസ്റ്റമറുടെ മുന്നിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് തരാം. അതേപോലെ കൂടുതൽ എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് കമ്പനീസിന് എടുക്കാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ. ഷോർട്ട് ഐട്രേഷനിലൂടെയാണ് സോഫ്റ്റ്വെയർ സ്മോൾ ഇൻക്രിമെൻറ്റ്സിലൂടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് അടുത്ത് പറഞ്ഞത്, ഷോർട്ട് ഐട്രേഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ ഇൻ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് ബൈ ഫോക്കസിങ് ഓൺ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഹയസ്റ്റ് പ്രയോറിറ്റി റിക്വയർമെൻറ്റ്സ്. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ നോക്കിയിട്ട് ഷോർട്ടാക്കിയിട്ടുള്ള ഇൻക്രിമെൻറ്റ്സിലൂടെ ഷോർട്ട് ഐട്രേഷനിലൂടെ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പെക്റ്റ് പീപ്പിൾ, ഇത് പറഞ്ഞാൽ ഗിവിങ് ദി ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ഫ്രീഡം ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ടു അക്കംപ്ലിഷ് എ ടാസ്ക്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ടീമിന് എല്ലാ രീതിയിലുള്ള ഫ്രീഡം കൊടുക്കുകയാണ് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ഏതാണോ ബെസ്റ്റ് വേ എന്ന് അവർക്ക് തോന്നുന്നത് അതിലൂടെ അവർക്ക് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം, അവരുടെ എഫേർട്സ് റെക്കഗ്നൈസ് ചെയ്യാം ആൻഡ് സ്റ്റാൻഡ് ബൈ ദം വെൻ ദീസ് എഫേർട്സ് ആർ അൺസക്സസ്ഫുൾ. ഇൻ കേസ് എന്തെങ്കിലും ഇതിൽ അൺസക്സസ്ഫുള്ളായി വന്നാൽ അവരുടെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, കാരണം സക്സസ് ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ വർക്ക് അതിൻ്റെ ബിഹൈൻഡിലുണ്ട്.
engaged team members are a company's most sustainable competitive advantage. The implication is that you need a lean approach that focuses on motivating and enabling the teams and not on controlling them. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു ഡെവലപ്പിംഗ് ടീമിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഒരു കമാൻഡിങ് ഇതിൽ കൊണ്ടുപോവല്ലാതെ അവരുടെ കൂടെ നിന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ടാസ്കിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അതാ ഒരു പോയിൻ്റാണ് റെസ്പെക്റ്റ് പീപ്പിൾ എന്നതിലൂടെ പ്രിൻസിപ്പിളിലൂടെ അവർ പറയുന്നത്, അവരുടെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. 7ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് ദ ഹോൾ. Optimizing the whole development process generates better results than optimizing local processes in isolation, which is usually done at the expense of other local processes. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ എന്താ പറയുക ലോക്കൽ പ്രോസസ്സുകളൊക്കെ ഐസൊലേറ്റ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള റിഫൈൻമെൻറ്റ് ഇതാണ് അതൊക്കെ. അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലേറെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്ത് പോകുന്നതാണ് എന്ത് എപ്പോഴും നല്ലത്. which is usually done at the expense of other local processes. Brilliant products are often the result of a unique combination of technology and opportunity which is afforded by a lean software development process. അപ്പോൾ lean software development processലൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? സ്ട്രീംലൈൻഡ് അപ്രോച്ച് അലോസ് മോർ ഫങ്ഷനാലിറ്റി ടു ബി ഡെലിവേർഡ് ഇൻ ലെസ് ടൈം. അപ്പോൾ അതേപോലെ തന്നെയാണ് സ്ട്രീംലൈൻഡ് അപ്രോച്ചാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫങ്ഷനാലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ടു ബി ഡെലിവേർഡ് മോർ അലോസ് മോർ ഫങ്ഷനാലിറ്റി ടു ബി ഡെലിവേർഡ് ഇൻ ലെസ് ടൈം. സ്ട്രീംലൈൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മാത്രം അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഏറ്റവും ഫങ്ഷനാലിറ്റി ഉള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജാണ്. ഡെലിവറിങ് ദ പ്രോഡക്റ്റ് ഏർലി ഈസ് എ ഡെഫിനിറ്റ് അഡ്വാൻറ്റേജ്. ഇപ്പം നേരത്തെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇറ്റ് മീൻസ് യുവർ ഡെവലപ്മെൻറ്റ് ടീം ക്യാൻ ഡെലിവർ മോർ ഫങ്ഷനാലിറ്റി ഇൻ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ കൂടുതൽ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഡെവലപ്മെൻറ്റ് ടീമിന് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഹെൻസ് എനേബിളിംഗ് മോർ പ്രോജക്ട്സ് ടു ബി ഡെലിവേർഡ്. അതിലൂടെ നമുക്ക് കൂടുതൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദിസ് വിൽ പ്ലീസ് ബോത്ത് യുവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓൾസോ ദ എൻഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിലൂടെ സന്തോഷം കിട്ടുന്നത് ആർക്കൊക്കെയാണ്? ഒന്ന് കസ്റ്റമേഴ്സിന്, കാരണം നേരത്തെ സാധനം കയ്യിൽ കിട്ടും. രണ്ടാമത്തത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം കൂടുതൽ ക്യാഷ് ചിലവാവില്ലല്ലോ, ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ക്യാഷ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഹാപ്പി ആയിരിക്കും ഈ ഒരു അപ്രോച്ചിൽ. അടുത്ത അഡ്വാൻറ്റേജ് വന്നിട്ട് ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ലീഡ്സ് ടു ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ഇവർ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് വേസ്റ്റിനെ മാക്സിമം എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് ടേൺ സ്പീഡ്സ് അപ്പ് ദ പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വിച്ച് റെഡ്യൂസസ് പ്രൊജക്റ്റ് ടൈം ആൻഡ് കോസ്റ്റ്. അപ്പോൾ അതിലൂടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സ്പീഡ് കൂടും, പ്രൊജക്റ്റിൻ്റെ ടൈം കുറയും, അതേപോലെ കോസ്റ്റും കുറയും. This is absolutely vital in today's environment. Anything which allows organizations to deliver more projects in the same time frame is going to be popular. അതേപോലെ തന്നെയാണ് പെട്ടെന്ന് സോഫ്റ്റ്വെയർ തീരുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഓർഗനൈസേഷൻ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലുള്ള ഇവരുടെ ഈ പ്രൊജക്റ്റ് ഡെലിവറി ഈ ഒരു ഓർഗനൈസേഷൻ്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ പുറമേ എല്ലാവരും അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടല്ലേ കാണും. ഇപ്പം മീൻസ് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സോഫ്റ്റ്വെയർ ഒക്കെ ഡെലിവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറും. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ എലിമിനേറ്റ്സ് അൺനെസസറി ആക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ റെഡ്യൂസ്ഡ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞു അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എംപവർമെൻറ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ടീം ഹെൽപ്സ് ഇൻ ബൂസ്റ്റിംഗ് ദെയർ മൊറൈൽ വിച്ച് ഇൻ ടേൺ ക്രിയേറ്റ്സ് എ മോർ മോട്ടിവേറ്റഡ് ടീം ആൻഡ് എ മച്ച് ബെറ്റർ എൻ പ്രോഡക്റ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ എംപവർമെൻറ്റിലൂടെ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ബെറ്റർ എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനും പറ്റുന്നു, സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും പറ്റും. കാരണം അവരുടെ നേരത്തെ നമ്മൾ ആ പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെ
അവർക്കൊരു കമാൻഡിങ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ആയിട്ടല്ല ഈ ഒരു മെത്തേഡിൽ കൊണ്ടുപോകുന്നത്. അവർക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ട് മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു ഡെവലപ്മെൻറ്റ് ടീം ഈ ഒരു മെത്തേഡിലൂടെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ കാണാനുണ്ടാവും. It fits in well with Agile because it is applicable across team boundaries and tends to integrate teams and optimize corporation. അപ്പോൾ അജൈൽ മോഡലിങ്ങിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡ് തന്നെയാണിത്. കാരണം ടീം ബൗണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ ടീംസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അവരുടെ കോർപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മനസ്സിലാക്കുക, ഈ ടീം ഇൻറ്റഗ്രേഷനും ഒപ്റ്റിമൈസേഷനും കോർപ്പറേഷൻ ഒപ്റ്റിമൈസേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡും കൂടിയാണ് LSD എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? വീക്ക് പോയിൻറ്റ്സ്. Heavily depends on the team involved and their qualification and skill levels, making it as not scalable as other. അപ്പോൾ നമുക്കറിയാം, കൂടുതൽ ടീമിനെ ഹൈ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അവർ ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം, സ്കില്ലുണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. നമ്മൾ മുന്നേ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദ സക്സസ് ഓഫ് ദ എൻറ്റയർ പ്രോജക്റ്റ് മേ ഡിപ്പെൻഡ് ഓൺ ദ ഡിസിപ്ലിൻ ഓഫ് ദ ടീം മെമ്പേഴ്സിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ചിരിക്കും ഈ പ്രോജക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലീൻ പ്രോജക്ട്സ് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതിനർത്ഥം ലീൻ ടീം മെമ്പേഴ്സിന് എന്ത് ചെയ്യാണ്, മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് വർക്കിംഗ് വിത്തൗട്ട് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഇതിൽ കമാൻഡിങ് കൊടുക്കുന്നില്ല, സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ അവർ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കിംഗ് ടീം ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായി. If the developers are inexperienced and they have never before worked in lean style, they may turn the project into course and may lead to its failure. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഡെവലപ്പേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ മുന്നേ ലീൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ ലീൻ ഡെവലപ്മെൻറ്റ് മെത്തേഡിൽ വർക്കിംഗ് ഒന്നും ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊരിക്കലും ഈ ഒരു പ്രൊജക്റ്റിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫെയിലിയറിലേക്ക് പോവാം എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊന്ന്, ലൈക്ക് എനി അതർ അജൈൽ മെത്തഡോളജി ഇൻ ലീൻ മെനി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ കസ്റ്റമർ ആൻഡ് ഹിസ് ഡിസിഷൻസ്. എല്ലാ മെത്തേഡ്സിലെയും പോലെ തന്നെ കസ്റ്റമർ ആൻഡ് ഹിസ് ഡിസിഷനെയാണ് ഇതിലും ഒരു ഫാക്ടറായിട്ട് എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം. എ കസ്റ്റമർ ഈസ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോ ഹി ക്യാൻ ഹാവ് അൺറിയലിസ്റ്റിക് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഫാക്റ്റ് ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ അസംഷൻസും പ്രഡിക്ഷൻസ് ഒന്നും ബേസ് ചെയ്തിട്ടല്ല. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. ഇപ്പോൾ ഈ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അതൊന്നും അറിയില്ല. അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോണമെന്നില്ല, അൺറിയലിസ്റ്റിക് റിക്വയർമെൻറ്റ്സ് ആയിരിക്കാം. ഇഫ് ദേ ആർ സെറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് ദ ഡെവലപ്പേഴ്സ് ക്യാൻ കറക്റ്റ് ദം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പ്രൊജക്റ്റിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സിന് അവരെ കറക്റ്റ് ചെയ്യാം. ബട്ട് ഇഫ് ദ കസ്റ്റമേഴ്സ് ചേഞ്ചസ് ദ ഡിമാൻഡ്സ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് പ്രൊജക്റ്റ് റിയലൈസേഷൻ ഇറ്റ് വിൽ ക്വൈറ്റ് ഹാർഡ് ടു മീറ്റ് ന്യൂ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ പക്ഷേ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പ്രൊജക്റ്റിന് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം ഇവർ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഫോളോ ചെയ്യുന്നത് ഫാക്റ്റുകളെയാണ്. വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ സ്ട്രോങ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഫെയിലിയർ ടു ഡു സോ ക്യാൻ റിസൾട്ട് ഇൻ ഡെവലപ്മെൻറ്റ് മിസ്റ്റേക്സ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രോങ് ഡോക്യുമെൻറ്റേഷനെയാണ്. ആൻഡ് ഫെയിലിയർ ടു ഡു സോ ക്യാൻ റിസൾട്ട് ഇൻ ഡെവലപ്മെൻറ്റ് മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇതിൽ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് മിസ്റ്റേക്സ് ഇതിൻ്റെ റിസൾട്ടായിട്ട് ഡെവലപ്മെൻറ്റ് മിസ്റ്റേക്ക് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ് എന്നതാണ് പറഞ്ഞത്. ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് ഈ ഒരു മോഡലിൽ വേറെ എവിടെയും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഡിസഡ്വാൻറ്റേജിൽ മാത്രമേ ഇങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ഡോക്യുമെൻറ്റേഷൻ കൂടി ഈ ഒരു മെത്തേഡിലുണ്ട് എന്ന് ഈ ഒരു പോയിൻ്റിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡെവലപ്മെൻറ്റ് മിസ്റ്റേക്കുകളിലേക്കായിരിക്കും നമ്മൾ ലീഡ് ചെയ്യുക. ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡിൽ പറയുന്നത്. താങ്ക് യു.